ഒരു വാർഡ്രോബ് മേക്ക് ഓവർ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഈ വാർഡ്രോബ് ലാസ്റ്റായിട്ട് മേക്ക് ഓവർ ചെയ്തത് 10th ബോർഡ് എക്സാമിന് മുമ്പാണ്. ഇപ്പോൾ 12th ബോർഡ് എക്സാം കഴിഞ്ഞു. സോ ഐ തോട്ട് ഒരു മേക്ക് ഓവറിനൊക്കെ സമയമായി. പിന്നെ ഇത് ഓരോ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ബുക്സും ക്വസ്റ്റ്യൻ പേപ്പർ മെറ്റീരിയൽസ് ട്രൈപോഡ് എല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തെ മേക്ക് ഓവറിന് വേറെ പ്രത്യേകതയുണ്ട്. നമ്മൾ ഫുൾ DIYs വെച്ചാണ് ഇത് മേക്ക് ഓവർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് പിൻട്രസ്റ്റിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വാൾ ഗ്രിഡാണ്. ഇത് എല്ലാവരും വിഷ് ലിസ്റ്റിൽ ഉണ്ടാകുന്നതായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവർക്കും അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കതെന്താണ് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഏത് പേപ്പർ വെച്ചാണ് ചെയ്യാം. ഞാൻ A4 ഷീറ്റ് വെച്ച് ചെയ്യുന്നത്. നമുക്കപ്പോൾ പിന്നീട് പെയിൻറ് അടിക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു വേസ്റ്റ് പേപ്പർ വെച്ച് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ പെയിൻറ് അടിച്ചാലും മതി. ഇങ്ങനെ നമുക്ക് എന്തോരം സൈസിലാണ് ആവശ്യമുള്ളത് അത്രയും പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എൻ്റെ വാർഡ്രോബിന് വേണ്ട സൈസിലുള്ളതാറുണ്ട്. അതിനനുസരിച്ച് അത്രയും പേപ്പർ റോൾസാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഓക്കെ ആണോ എന്ന് നോക്കാം. ഞാനിത് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് 2 പേപ്പർ റോൾസ് എക്സ്ട്രാ ആയിരുന്നു. Spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle. ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് എൻ്റെ വാർഡ്രോബിൽ വെറുതെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിന് പറ്റിയ കറക്റ്റ് സൈസാണ്. അടുത്ത ഐഡിയ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് വാൾ പോസ്റ്റേഴ്സും പിന്നെ ഒരു ഫ്രെയിമാണ്. എനിക്ക് ഓൾറെഡി ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായി. അപ്പോൾ അതിന് ഷീറ്റിൽ ബാക്കി സ്പേസ് വന്നപ്പോഴാണ് ഞാൻ അവിടെ ഇങ്ങനെ ചെയ്യാൻ എനിക്കൊരു ഐഡിയ വന്നത്. നിങ്ങളും അങ്ങനെ ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് പ്രിൻ്റ് എടുക്കാം. ഞാനിതെടുത്തേക്കുന്നത് ലേസർ പ്രിൻ്റാണ്. ഇതാകുമ്പോൾ അഫോർഡബിളും ആണ്. നമുക്ക് കട്ട് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കട്ടർ മെഷീൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ലേസർ പ്രിൻ്റ് 300 GSM-ലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് 300 GSM വേണമെന്ന് നിർബന്ധമില്ല, കാരണം ഇത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കാനല്ലേ. പക്ഷേ എനിക്ക് ഓൾറെഡി ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ 300-ൽ എടുത്തതാണ്. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഫ്രെയിം A5 സൈസുള്ള ഫ്രെയിമാണ്. ഞാൻ എൻ്റെ 2025-ലെ വിഷൻ ബോർഡാണ് ഫ്രെയിമിലാക്കി സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് മൊത്തം ക്ലീൻ ആക്കണം. ആവശ്യമില്ലാത്തതൊക്കെ ഡീക്ലറ്ററിങ് ചെയ്തിട്ട് ബുക്സൊക്കെ മാറ്റണം. ഇപ്പോൾ ഓരോ ബുക്സ് മാറ്റുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ സംഭവങ്ങൾ എനിക്ക് കിട്ടി, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ. ഇത് ഞാൻ ആവശ്യമുള്ള ബുക്ക് ഇനി വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നത് മാറ്റി വെച്ചിട്ട് വേറെ കൊടുക്കാനുള്ളത് വേറെ മാറ്റി അങ്ങനെ ഡീക്ലറ്റർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ 10th ചെയ്ത് വെച്ചേക്കുന്ന വാൾ പോസ്റ്റേഴ്സാണ്. അപ്പം എനിക്ക് പ്രിൻ്റ് എടുക്കാൻ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വരച്ച് ചെയ്തതായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കയ്യിലുണ്ടായതും ഒട്ടിച്ച് ചെയ്തതായിരുന്നു. ഇത് വരച്ച് കളയാൻ സത്യത്തിൽ ഇച്ചിരി വിഷമമുണ്ടായി, കാരണം അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് വരച്ച് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാർഡ്രോബൊക്കെ ഒന്ന് തുടച്ച് അത് കഴിഞ്ഞ് ഇത് സ്റ്റിക്ക് ചെയ്ത് ഞാൻ ഡബിൾ സൈഡ് ഗ്ലൂ ഡ്രോപ്സ് വെച്ചാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ വാൾ പോസ്റ്റേഴ്സ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേപ്പർ പിൻ ഉണ്ടെങ്കിൽ അത് വെച്ചും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് എൻ്റെ സ്കെച്ച് ബുക്സാണ്. എനിക്ക് ടോട്ടൽ ഇപ്പോൾ 3 സ്കെച്ച് ബുക്സ് ഉണ്ട്. ഇതെല്ലാം എനിക്കത് ഡീക്ലറ്റർ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എൻ്റെ സ്കെച്ച് ബുക്ക് ടൂൾസ് ഇടാം. ഈ ബുക്സ് ഒന്നും കംപ്ലീറ്റ് അല്ല, തുടക്കത്തിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ ഓരോ സാധനങ്ങൾ വെച്ച് അറേഞ്ചൊക്കെ ചെയ്തു. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത ഫ്രെയിം. ലാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫെയറി ലൈറ്റ് ഉള്ളത്
ഓർത്തത്. അപ്പോൾ ഞാൻ ഈ ഗ്ലിറ്റർ ഫ്രെയിം ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫെയറി ലൈറ്റ്സ് വെക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായി. നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഗ്ലിറ്റർ ഫ്രെയിം വെക്കുന്നതിന് മുന്നേ തന്നെ ഫെയറി ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഗ്ലിറ്റർ ഫ്രെയിം വെക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. of rust